സെറ്റപ്പ് അങ്ങേര് പ്ലാൻ ചെയ്തിരുന്നത്രേ. എന്റെ ചോദ്യത്തിൽ നൂരാൻ ഒരു ഫാന്റസി കഥ അടിച്ചുവിട്ടതായിട്ട് ഞാനന്ന് എടുത്തിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഇത്രയും കാലം അലഞ്ഞപ്പോ അയാൾ ആ പറഞ്ഞതിൽ വല്ല സത്യവും കാണുമെന്ന് തോന്നാൻ തുടങ്ങി. നീ ഞാൻ കൊണ്ടുവന്ന പട്ടിയെ കണ്ടില്ലേ? തൊട്ടാ പൊള്ളാനും മാത്രം ഹീറ്റിലുള്ളതാ. ഇവിടെ കെട്ടിയിട്ട് ഇത്രയും ദിവസമായി. മണപ്പിക്കാൻ പോലും ഒരു വായി നോക്കി പട്ടി ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഏത് പട്ടിക്കും തപസിരിക്കുന്നതിനൊരു കാലപരിധി ഉണ്ടല്ലോ. ആ പരിധിക്ക് അപ്പുറവും ഇവിടുത്തെ നായ്ക്കൾ അടുക്കുന്നില്ലെങ്കിൽ വഴി തെറ്റാണ്ട് പിടിച്ചു നിർത്താൻ ഇപ്പോഴും ഒരു മാസ്റ്ററുടെ കമാൻഡ് ഉണ്ടെന്ന്. അത് തന്നെയാ കുര്യച്ചൻ ഇവിടെ ഉണ്ടാവുന്നുള്ളതിന് തെളിവ്. ഉം 1500 ഏക്കർ എസ്റ്റേറ്റ്. അവിടെ പട്ടികളുടെ ഒരു അടിമപ്പട്ടാളം. നടുക്ക് പട്ടാള മേധാവിയെ പോലെ അങ്ങേരും. കഞ്ചാവ് മൂത്ത് കഴിയുമ്പോഴുള്ള കുയ്യച്ചന്റെ ഡ്രീമാ. ലക്ഷണം കണ്ടിട്ട് അയാൾ ഏതാണ്ടത് സാധിച്ചെടുത്ത പോലെ ഉണ്ട്. ഈ മലയുടെ അപ്പുറം ആൾ താമസമുള്ള സ്ഥലമല്ലേ? മലയുടെ പാതിക്ക് വെച്ച് തന്നെ ബ്രഹ്മഗിരി റിസർവ് ഫോറസ്റ്റ് തുടങ്ങും. പിന്നെ അങ്ങോട്ട് കർണാടക ആൾ താമസമൊന്നുമില്ല. മാത്രല്ല ഏത് മലയുടെ ഏത് മൂലാന്ന് വെച്ച് കയറി തപ്പാനാ? മൊത്തം മലകളും മൂലകളും അല്ലേ. മണ്ടേ താമസിക്കുന്ന ആ മലാത്തി പെണ്ണുമ്പിള്ളി അച്ചായനിടയ്ക്ക് വന്ന് കാണാറുണ്ടെന്നാ എന്റെ വിശ്വാസം. പക്ഷെ അവിടെ ചെന്ന് പോക്കാൻ നമുക്കാവില്ല. നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് നായ്ക്കൾ അച്ചായന് വിവരം കൊടുക്കും. അയാള് വീണ്ടും വിളിക്കും. കുര്യച്ചനെ ഒറ്റയ്ക്ക് വീഴ്ത്താൻ പറ്റുന്നു നീ കരുതണ്ട. പക്ഷെ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ നടക്കും. നമ്മൾ തമ്മിലുള്ളത് അത് കഴിഞ്ഞിട്ടാവുന്നല്ലേ നല്ലത്. എന്ത്